ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാഹിസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഒരു പുതിയ വിഭവമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഒരു ചേന പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? എന്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന കൊച്ചു ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം. വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ചേന ഇവിടെ കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, 2 ശർക്കര. നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചേന കോരിയെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചേന ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേമാതിരി ബാക്കിയുള്ള ചേനയും നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാ ചേനയും പൊരിച്ചതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇത് വഴറ്റിയതിനു ശേഷം നമ്മളുടെ ബാക്കി മസാലകളും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പുളിക്ക് വേണ്ടി നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി 2 ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചേന നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വിനീഗറിന്റെ പകരം നമുക്ക് പുളിയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിഞ്ചി ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിരിയാണിയുടെയും സദ്യയുടെയും കൂടെ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.